കുഴിനകത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കുഴിനകം എങ്ങനെ പരിഹരിക്കാം? കുഴിനകത്തിൻ്റെ ബുദ്ധിമുട്ടിന് നമ്മൾ സർജന്മാരുടെ അടുത്ത് പോകുന്നു, നമ്മളതിന് ചികിത്സ തേടുന്നു, പക്ഷെ ഉദ്ദേശിച്ചൊരു ഫലം കിട്ടുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഇതിനെ ഘട്ടം ഘട്ടമായി വളരെ വേദന സഹിച്ചിട്ട് ലോക്കൽ അനസ്തേഷ്യ പോലും കൊടുത്താൽ പോലെ പിന്നീട് വേദന സഹിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇതിന് കാരണം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. കുഴിനകം വരാനുള്ള പ്രധാനമായ ഒരു കാരണം നമ്മൾ നഖം വെട്ടുന്ന സമയത്ത് ഡീപ്പായിട്ട് കട്ട് ചെയ്യുന്നത് ആണ് ഇതിന് ദോഷം ചെയ്യുന്നത്. അതായത് നഖത്തിൻ്റെ രണ്ടറ്റത്തുമുള്ള ഗ്രോത്ത് മാംസത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന തരത്തിൽ നഖത്തിനെ ചേർത്ത് വെട്ടിക്കൊടുക്കരുത്. വളരെ ക്ലോസ് കട്ടിങ് ചെയ്യരുത്. ചെറിയൊരു 2 എഡ്ജിനെയും കുറച്ച് വിട്ടേക്കണം. 2 എഡ്ജിലാണ് പുറത്താനകം ബാധിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് അധികം വരുന്നത് നമ്മളെ തള്ളവിരലിനും കാലിൻ്റെയും കൈൻ്റെ തള്ളവിരലുകൾക്കാണ് ബാധിക്കാറ്. വീതി കൂടി വിരലുകളായതുകൊണ്ട് അതിൻ്റെ 2 സൈഡിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പരിഹാരത്തിലേക്ക് നേരിട്ട് പറയാം. കുഴിനകം വന്ന ആളുകൾ അവരോട് കാഞ്ഞിരത്തിൻ്റെ ഇല നമ്മുടെ നാടുകളിലെ ഇഷ്ടം പോലെ കാണും. കാഞ്ഞിര വള്ളിയിലെ കാഞ്ഞിര മരത്തിൽ നിന്ന് ഇല എടുക്കണം. ആ ഇല എടുത്ത് നിങ്ങൾ വെട്ടി അത് ചതച്ചിട്ട് നിങ്ങളൊരു വീട്ടിലുപയോഗിക്കാത്ത ഒരു പാത്രം, അത് ഏത് പാത്രം കുഴപ്പമില്ല, ഒരു മണ്ണിൻ്റെ പാത്രം, അങ്ങനെ പാത്രത്തിൽ ഇത് ഇല ചതച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക. ഇല ഇടുന്ന സമയത്തും തിളപ്പിക്കുന്ന സമയത്തും നമ്മുടെ നാട്ടുവൈദ്യശാസ്ത്ര വിധിയിൽ ഏത് സാധനമാണോ നമ്മൾ തിളപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം വെള്ളം കാഞ്ഞതിന് ശേഷം ഇടുക എന്നുണ്ട്. അതന്നെ ഇവിടെ പാലിക്കാം. അത് നമ്മൾ വൈദ്യന്മാർ പറയും വെള്ളത്തിൽ തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചവെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ പാടില്ല. അതിൽ കാഞ്ഞിട്ട് അതിലേക്ക് മരുന്നില്ല. അത് കാഞ്ഞിരത്തിൻ്റെ ഇല ഇടുമ്പോൾ അതങ്ങനെ തന്നെയാണ്. ഏത് ഔഷധ നിർമ്മാണത്തിനും ഇതൊരു നിയമം പ്രത്യേകം പാലിക്കണം. അപ്പം നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നിങ്ങളിത് ഇളം ചൂടിൽ കാലിന് ധാര വയ്ക്കും. വളരെ നല്ല രീതിയിൽ ഫലം ഈ കാഞ്ഞിരത്തിൻ്റെ ഇല കൊണ്ട് കുഴിനകം ഞാൻ മാറിയിട്ട് എൻ്റെ അനവധി രോഗികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേറൊന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ഫടികക്കാരം. ഞാൻ നേരത്തെ ഒരു ആയുർവേദത്തിൽ ഒരു നാട്ടുവൈദ്യത്തിലൊരു ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ എന്ന രീതിയിൽ ഞാൻ സ്ഫടികത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വൂണ്ട് കട്ടിങ് ഒക്കെ വരുന്നതിന് ബ്ലീഡിങ് തടുക്കാനുള്ളത്. ഈ സ്ഫടികത്തിന് ഇതിനെ ആലം എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. വേറൊരു കൂട്ടർ അതിനെ പടിക്കാരെന്ന് പറയുന്നുണ്ട്. വേറൊരു വിഭാഗം അതിനെ ഒസാൻ്റെ കല്ലെന്ന് പറയുന്നുണ്ട്. അതിൽ ഈ ബാർബർ ഷാപ്പുകളിൽ ഉപയോഗിക്കുന്ന കല്ല് തന്നെയാണ് സാധനം. ഇതിന് ആലം എന്ന് പറയുന്നൊരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും സ്ഫടികം കല്ല് എന്നതിൽ പറയുന്നുണ്ട്. സ്ഫടികക്കല്ല് എന്ന് പറയുമ്പോൾ സ്ഫടികം തരും. അപ്പോൾ പഠിക്കാരൊന്നും ചിലപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഭാഷകളൊക്കെ പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഷാപ്രയോഗം കൂടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ആ ഭാഷയിൽ നമ്മൾ മലയാളത്തിൽ തന്നെ വ്യത്യസ്തമായ ശൈലികളിൽ ഈ വസ്തുവിൻ്റെ പേര് മാറ്റി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേരും കൂടി നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്. പ്രാദേശിക ഭാഷാനാമങ്ങൾ, അത് ഔഷധങ്ങളുടെ സാധനം തിരിച്ചറിയാനുള്ള അത് ഉപയോഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കാനാണ്. ഈ സ്ഫടികക്കാരം നിങ്ങൾ എന്താക്കുക, സ്ഫടികക്കല്ല് പൊടിച്ചിട്ട് വെള്ളത്തിൽ കലക്കുക. സാധാ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ കലക്കുക, ചൂടുവെള്ളത്തിൽ കലക്കൊന്നും വേണ്ട. വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കൊടുത്താൽ ഇതിൽ ഡിസോൾവ് ആയിട്ട് നിൽക്കും. അപ്പോൾ കുറഞ്ഞ പൊടി വെള്ളവും കൂടി മിക്സ് ആവും. അപ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് ഒരു ലിറ്റർ വെള്ളം എടുത്തോ, 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 50 ഗ്രാം സ്ഫടികക്കാരം പൊടിച്ചെടുക്കും. പിന്നെ ഒന്ന് സ്ഫടികക്കാരം നിങ്ങളൊരു 100 ഗ്രാം സ്ഫടികക്കാരം വാങ്ങിയിട്ട് ആ സ്ഫടികക്കാരത്തിൽ നിങ്ങൾ എന്താ വെച്ചാൽ പൊടിക്കുക എന്നാൽ തട്ടിപ്പൊടിക്കുക. അത് കല്ല് പോലെ സാധനമാണ്. അതിങ്ങനെ കുറച്ച് ഹാമർ കൊണ്ട് കുറച്ച് ഉറപ്പുള്ള ഇരുമ്പ് കാരണം കൊണ്ട് കുത്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞ് നിൽക്കും. അത് വളരെ നൈസാക്കി പൊടിക്കൊന്നും വേണ്ട, നിങ്ങളിങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി. പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിനെ ഒരു ഇരുമ്പ് പാത്രത്തിലിട്ട് പൊരിച്ച് അപ്പം പൊങ്ങ് പോലെ ഇവൻ വൈറ്റ് കളറായിട്ട് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അതിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ ശുദ്ധീകരിക്കുന്നതിൽ ഇത് സ്ഫടികക്കാരം ഇതിനു വേണ്ടി ഇല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പൊരിഞ്ഞു വന്നതിൽ നിന്ന് ഒരു ഇഞ്ചോളം ലായർ നിങ്ങൾ കത്തി കൊണ്ട് ചിരണ്ടി കളയാം. അതൊരു ആഷ് കളറിലുണ്ടാവും. അതിൻ്റെ ആ സ്ഫടികം ശുദ്ധിയാക്കുന്ന പ്രക്രിയ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീയിലിട്ട് ഒരു പാത്രത്തിലിട്ട് ഇരുമ്പിൻ്റെ പാത്രത്തിലിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിൻ്റെ ഈ സ്ഫടികം നിങ്ങളിങ്ങനെ പതച്ചിങ്ങനെ ഒരു വെള്ളം പോലെ ഇങ്ങനെ പതക്കും. ആ പതച്ചിട്ട് അവനെന്താക്കും, അവനിങ്ങനെ അവസാനം പൊങ്ങ് പോലെ പൊന്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്ഫടികക്കാരിൽ നിന്ന് അത് ആ മുകൾ ഭാഗത്തുള്ള ഈ കേടിനെ നീക്കം ചെയ്തിട്ട് ഇതിനെ വീണ്ടും പൊടിക്കുന്നു. അത് നല്ലോണം നൈസായി പൊടിച്ചോളൂ. അത് പൊടിച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഒരു മിക്സിയിൽ പൊടിച്ചാലും മതി. സ്ഫടികക്കാരം വിഷമില്ല. സ്ഫടികക്കാരം നമുക്ക് ആൻറ്റി സെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ യാതൊരു ദോഷം ഉണ്ടാകുന്നില്ല. മിക്സി നമുക്ക് കഴുകി എടുത്താൽ മതിയല്ലോ. ഈ സ്ഫടികക്കാരം പൊടിച്ച സ്ഫടികക്കാരം നിങ്ങൾ എന്താക്കുക, കുഴിനകത്തിൻ്റെ അവിടെ ആദ്യം നേരത്തെ അലിയിച്ച് വെച്ച സ്ഫടികക്കാരം അലിയിച്ച വെള്ളം
കുറച്ചൊഴിച്ച് വീണ്ടും കുറച്ച് പൊടി അതിൽ മുകളിൽ ഇങ്ങനെ വിതറി കൊടുത്ത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഒഴിച്ച് കാണിച്ചാൽ അവിടെ തൊടാൻ കഴിയില്ല കൈ കൊണ്ടൊന്നും. അപ്പോൾ അവിടെ നമ്മൾ ഉരച്ച് കഴുകുക, അങ്ങനെ വെള്ളോട്ട് അമർത്തി കഴുകുക, എന്ന് തിരികെ കയറ്റൊന്നും വേണ്ട. ഇതിങ്ങനെ വെള്ളം ഒഴിക്കുന്നു, അതിൻ്റെ മുകളിൽ ലേശം പൊടി ഇടുന്നു, വെള്ളം ഒഴിക്കുന്നു, വീണ്ടും വെള്ളം. ഒരാൾ അവിടെ ഇരുന്നുങ്ങാണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പോയിരുന്നിട്ട് ഈ രണ്ട് സാധനം വെള്ളവും ഈ പൊടിയും അവിടെ വെച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം ചികിത്സ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. അപ്പോൾ നിങ്ങളത് ചെയ്തതിന് ശേഷം അത് തുണി വെച്ച് കെട്ടുകയും പൊടിപടലങ്ങൾ കറയാക്കാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് തുണി, ഒരു ശീലകഷ്ണം കൊണ്ട്, നല്ല വൃത്തിയുള്ള ശീലകഷ്ണം കൊണ്ട് നിങ്ങളതിനെ വോണ്ട് ഡ്രസ്സ് ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും തുണി. ആ തുണി വാങ്ങിയിട്ട് അതുപോലെ ചുറ്റിയിട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുഴിനകം മാറും. കുഴിനകം മാറുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കോ നിങ്ങളുടെ കുടുംബങ്ങളോ ബന്ധുമിത്രാദികളോ നിങ്ങളുടെ നാട്ടിലാർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ കുഴിനകത്തിന് ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ കുഴിനകത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കുഴിനകം എങ്ങനെ പരിഹരിക്കാം, കുഴിനകത്തിൻ്റെ ബുദ്ധിമുട്ടിന് നമ്മൾ സർജന്മാരുടെ അടുത്ത് പോകുന്നു, നമ്മളതിന് ചികിത്സ തേടുന്നു, പക്ഷെ ഉദ്ദേശിച്ചൊരു ഫലം കിട്ടുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഇതിനെ ഘട്ടം ഘട്ടമായി വളരെ വേദന സഹിച്ചിട്ട് ലോക്കൽ അനസ്തേഷ്യ പോലും കൊടുത്താൽ പോലെ പിന്നീടും വേദന സഹിക്കാൻ വേണ്ടിവരും. അപ്പോൾ ഇതിന് കാരണം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. കുഴിനകം വരാനുള്ള പ്രധാനമായ ഒരു കാരണം നമ്മൾ നഖം വെട്ടുന്ന സമയത്ത് ഡീപ്പായിട്ട് കട്ട് ചെയ്യുന്നത് ആണ് ഇതിന് ദോഷം ചെയ്യുന്നത്. അതായത് നഖത്തിൻ്റെ രണ്ടറ്റത്തുമുള്ള ഗ്രോത്ത് മാംസത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന തരത്തിൽ നഖത്തിനെ ചേർത്ത് വെട്ടിക്കൊടുക്കും.